ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ നീറ്റിലെ ചോദിച്ച 2025 നീറ്റ് ചോദിച്ച ആ പേപ്പറിൽ തന്നെ ഒരു ടഫായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. കൺസിഡർ എ വാട്ടർ ടാങ്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ് ഹാസ് വൺ വാൾ അറ്റ് x = L. അതായത് x = L നിന്നുണ്ട് ആ വാട്ടർ ടാങ്കിൻ്റെ ഒരു വാളുണ്ട്. അപ്പോൾ ഒരു വാൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വാട്ടർ ടാങ്ക് കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ടു ബി വെരി വൈഡ് ഇൻ ദ സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഫിഗറിലുള്ളത് വൈയും എക്സും ആണ്. ഇവിടെ നിന്നുണ്ട് സെഡ് ഡയറക്ഷനിൽ നിന്നുണ്ട് ആ ടാങ്ക് വൈഡാന്ന് പറഞ്ഞാണ്. സെഡ് ഡയറക്ഷനിൽ എന്താണ് വെരി വൈഡാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കമ്പയറിംഗ് ടു എക്സ് ആൻഡ് വൈ ലെങ്ത് സെഡ് ഡയറക്ഷനിലെ ലെങ്ത് എന്താണ് കൂടുതലാന്ന് പറഞ്ഞത്. When filled with a liquid of surface tension S and density rho, the liquid surface makes an angle theta. Theta very less than 1 with the x-axis as at x = L. അപ്പം ആ ഒരു ടാങ്കിൽ ഒരു വാട്ടർ എന്താക്കി, പിന്നെ വാട്ടറിലല്ല ഏതോ ഒരു ലിക്വിഡ് എന്താക്കി ഫില്ലാക്കി. എന്താണ് ലിക്വിഡാണ്. ആ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ എസ് ആണെന്ന് പറഞ്ഞാണ്, ഡെൻസിറ്റി റോ ആണെന്ന് പറഞ്ഞാണ്. അപ്പം എന്തായി, അപ്പം ആ സർഫസ് ടെൻഷൻ കാരണം എന്തായി, പിന്നെ അപ്പം സർഫസ് ടെൻഷൻ്റെ പ്രഷർ ഡിഫറൻസ് കാരണം എന്തായി ഇവിടെ ഇങ്ങനെ കർവ് വന്ന്, അപ്പോൾ ആ കർവ് x = L എന്താകുന്നുണ്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ്. ദെൻ ദ ഇക്വേഷൻ ഫോർ y of x ഈസ് ഗിവൺ. y of x എന്നാണ് ചോദിച്ചത്. അതായത് ഈ കർവിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്, എന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചത്. പിന്നെ ഫിയറിൽ തന്നിട്ടുണ്ട് θ(x) = sin x = tan x. അതായത് sin x അല്ലെങ്കിൽ സൈൻ തീറ്റയ്ക്ക് ഇക്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ എന്താണ് വെരി സ്മോൾ ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് ഇതിൻ്റെ സ്ലോപ്പ് എന്താണ് ആക്ച്വലി ഈ കാണുന്നത് കുറച്ച് എൻലാർജ് ചെയ്തിട്ടാണ്. പക്ഷേങ്കിൽ ആ സർഫസിലുള്ള ഒരു കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ എന്താ പറയുക ചെറിയ സ്ലോപ്പുള്ള കർവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാലൊന്നും കാണൂല. എന്താ പറയുക സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വാല്യൂ ആണല്ലോ. അപ്പോൾ ചില ലിക്വിഡ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പോലും. പിന്നെ ഇവിടെ ഈ ലിക്വിഡിനെ സംബന്ധിച്ച് എന്താണ് വളരെ ചെറിയൊരു സ്ലോപ്പാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർവിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ കാണാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ കർവ് എന്തുകൊണ്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഡിഫറൻസ് കാരണമാണ് ആ കർവ് അങ്ങനെ വന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിൻ്റെ ഇൻസൈഡിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക ചുറ്റുഭാഗത്തേക്കുള്ള പ്രഷർ എന്താണ് സെയിം ആണ്. അപ്പോൾ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സർഫസ് നോക്കുമ്പോൾ അടിയിൽ ലിക്വിഡാണ്, മേലെന്താണ് എയറാണ്. അപ്പോൾ അവിടെ നിന്നൊരു പ്രഷർ ഡിഫറൻസ് വരും. അപ്പോൾ ലിക്വിഡും എയറും നോക്കുമ്പോൾ പിന്നെ എന്താ പറയുക ഈ ലിക്വിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ലിക്വിഡിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് തമ്മിൽ ഒരു പിന്നെ ഫോഴ്സിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡാണ് ഉണ്ടാകുക. എയർ നോക്കുകയാണെങ്കിൽ വേറൊരു മാഗ്നിറ്റ്യൂഡാണ് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം എന്താവും ഇവിടെ കർവ് ഇങ്ങനെ വന്ന്. അപ്പോൾ ആ കർവ് പ്രഷർ ഡിഫറൻസ് കാരണം എന്താവും ഇവിടെ ഈ കർവിൻ്റെ നാച്ചർ അനുസരിച്ച് ഈ ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള പ്രഷറാണ് കൂടുതൽ വന്നത്. അപ്പോൾ അതായത് ഒരു സാധനത്തിന് നമ്മളിങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആണല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് വരിക. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ആണ് കൂടുതൽ. അപ്പം ലിക്വിഡ് ഇതിന് അടിയിലോട്ട് പുള്ള് ചെയ്യാൻ നോക്കും. പക്ഷേ ഇതിന് അടിയിലോട്ട് പുള്ള് ചെയ്യാണ്ട് മേലെ കീപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേലുള്ള സർഫസ് ടെൻഷൻ ആണ് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്താവും അത് മേലോട്ടൊരു പുള്ളിങ് വരും. നെറ്റായിട്ട് ഇങ്ങനെ സർഫസിൻ്റെ ആക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അതിനൊരു മേലോട്ടുള്ളൊരു കമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതെന്താവും അടിയിലോട്ടുള്ള ഈ ലിക്വിഡ് പുള്ള് ചെയ്യുന്നതായിട്ട് എന്താവും ബാലൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർഫസ് ടെൻഷൻ്റെ കോൺസെപ്റ്റാണ്, സർഫസ് ടെൻഷൻ കാരണമാണ് ഈ ഒരു ഷേപ്പ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് അല്ലെങ്കിൽ ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സോൾവ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് ഹിൻ്റ് അവിടെ നിന്നാണ് കിട്ടുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രഷർ ഡിഫറൻസ് വന്നിട്ട് ഇങ്ങനെ കർവ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ജനറലായിട്ടൊരു റിസൾട്ട് ഉണ്ട്. അതായത് ജനറലായിട്ടൊരു ആർബിട്രറി കർവ് നമ്മുടെ അടുത്ത് വിചാരിച്ചോ. അതായത് ഒരു ആർബിട്രറി കർവ് അല്ല, ഒരു ആർബിട്രറി സർഫസ് എടുത്തെന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ ആ സർഫസ് അടിയിൽ എന്താണ് ഇവിടെ എന്താണ് ഒരു കർവ്, പിന്നെ കോൺകേവ് ഷേപ്പാണ്, മേലെന്താണ് കോൺവെക്സ് ഷേപ്പാണ്. അപ്പോൾ അടിയിലും മേലെന്താണ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ P2 ഇവിടെ P1 ആണെങ്കിൽ ഈ കോൺവേവ് ഷേപ്പിൻ്റെ അവിടെയാണ് പ്രഷർ കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ P1 - P2 ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു
1/r1 പ്ലസ് 1/r2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ R1 R2 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർഫസിൻ്റെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഒരു വേറെ റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. ആ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറാണ് ഈ R1 R2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പി കൊണ്ട് നമുക്ക് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു 1/r1 പ്ലസ് 1/r2 എന്ന് പറയാം. ഈ R1 R2 എന്ന് പറയുന്നത് ആ സർഫസിൻ്റെ രണ്ട് പ്രിൻസിപ്പൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പം അതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളെ സിറ്റുവേഷനിലുള്ള സർഫസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഒരു വാള് മാത്രമേ തന്നിട്ടുള്ളൂ. ആക്ച്വലി ഒന്നുണ്ട് ലെഫ്റ്റിലോട്ട് എന്നുണ്ട് അടുത്ത വാളുണ്ട്. ഇങ്ങനെയാണ് ആ ടാങ്കിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ XY പ്ലെയിനിലാണ് ഇത്. വേണമെങ്കിൽ ഒന്ന് അടിയിലോട്ട് താഴോട്ട് വരച്ചു തരാം. അതായത് ആക്ച്വലി നമ്മളെ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മളെ Y ആക്സിസ് പറഞ്ഞത്, ഇതാണ് നമ്മളെ X ആക്സിസ് പറഞ്ഞത്. ഇതിൽ നിന്ന് ലിക്വിഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്താണ് റൈറ്റ് സൈഡിലെ പോർഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ടാങ്കിൻ്റെ Z ഡയറക്ഷനിൽ നിന്നുണ്ട് കമ്പയറിങ് ടു X ആൻഡ് Y ലെങ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ലാർജ് ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ലിക്വിഡ് എന്താകുന്നുണ്ട്, അതായത് ഇത്രയും പോർഷനിൽ എന്താണ് ലിക്വിഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ സർഫസ് നോക്കുകയാണെങ്കിൽ, നമ്മളെ ലിക്വിഡിൻ്റെ സർഫസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ലിക്വിഡിൻ്റെ സർഫസ്. അതായത് നമ്മളെ സർഫസ് നോക്കുകയാണെങ്കിൽ മാറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മളെ സർഫസിൻ്റെ അവസ്ഥ. ഈ ഒരു Z ഡയറക്ഷനിൽ നിന്നാണ് ലാർജ് ലെങ്ത് ഉണ്ട്. ഈ XYയിൽ നിന്നാണ് ഇങ്ങനെ ചെറിയൊരു കർവ് ഉണ്ട്. Z ഡയറക്ഷനിൽ ലാർജ് ലെങ്ത് ഉണ്ട്. അപ്പം നമ്മളത് നോക്കുകയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ആക്സിസ് ഉണ്ട്, പറയും. പിന്നാണെങ്കിൽ എന്താ ഇങ്ങനൊരു ആക്സിസ് ഉണ്ട്, ഇങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കർവിന് ഇവിടെ എന്താണ് ഒരു ഫൈനൈറ്റ് റേഡിയസ് ഓഫ് കർവേച്ചറാണ് വരിക. പക്ഷേങ്കിൽ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലെ ലെങ്ത് മറ്റേ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് അതിനെ കൊണ്ട് ഇവിടെ എന്താ വരിക, ഇൻഫിനിറ്റി ആണ് വരിക. ഇവിടെ എന്താണ് ഫൈനൈറ്റ് റേഡിയസ് ഓഫ് കർവേച്ചറാണ് വരിക. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പി ഈക്വൽ ടു S ഇൻറ്റു 1/r പ്ലസ് 1/ഇൻഫിനിറ്റി എന്ന് വരും. അതായത് ഡെൽറ്റ പി ഈക്വൽ എന്താ വരിക, S ഇൻറ്റു 1/r എന്ന് വരും. ഈ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. പക്ഷെ നമ്മളെ ഫിഗർ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്ത്, ഇങ്ങനെയാണ് നമ്മളെ ആ ഒരു സർഫസിൻ്റെ ഒരു പോർഷൻ ഉള്ളത്, ബാക്കി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ നോക്കുകയാണെങ്കിൽ എന്താ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു കർവ് നോക്കുകയാണെങ്കിൽ ആ കർവിന് ഈ ഒരു പോയിന്റിൽ നമ്മൾ കർവ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ആ കർവ് നോക്കുകയാണെങ്കിൽ ആ കർവിൻ്റെ ചരിവ് നോക്കിയിട്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അവിടെയുള്ള റേഡിയസ് ആണ് ആ റേഡിയസ് ഓഫ് കർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേറെ റേഡിയസ് ആണ് കിട്ടുക. കാരണം ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ സ്ഥലത്ത് നോക്കുന്നുണ്ടെങ്കിൽ വേറെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് കിട്ടുക. അപ്പോൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താകുന്നുണ്ട്, ഈ എക്സിനും ഈ വൈക്കും അനുസരിച്ച് എന്താകുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കേസിൽ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതായത് ഡെൽറ്റ പി ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, S ഇൻറ്റു 1/r എന്ന് പറയാം. 1/r എന്ന് പറയുമ്പോൾ 1 റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ 1 റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത്, 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയർ ഹോൾ റേസ് 3/2 ഹോൾ ഡിവൈഡഡ് ബൈ d²y/dx² എന്ന് പറയാം. ഇതാണ് എന്ത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. എക്സിനും വൈ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ എക്സിലും വൈയിലും കാണാനുള്ള 3/2 ആണ്. ഓരോ എക്സിലും വൈയിലും കാണാനുള്ള എന്താണ്
പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ ആണ് എന്ത് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഉപയോഗിക്കാൻ നിന്ന് dy/dx എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്ത് തീറ്റ എന്താണ് വെരി സ്മോളാന്ന് പറഞ്ഞാണ്. അതായത് ക്വസ്റ്റ്യനിൽ തീറ്റ സൈൻ തീറ്റയ്ക്ക് അപ്രോക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്താ തീറ്റ എന്താണ് വെരി സ്മോൾ ആണ്. അതായത് ടാൻ തീറ്റ എന്താണ് വെരി സ്മോൾ ആണെന്ന് പറയാം. ടാൻ തീറ്റ പറയുമ്പോൾ സ്ലോപ്പ് എന്താണ് വെരി സ്മോൾ ആണെന്ന് പറയാം. അപ്പോൾ ടാൻ തീറ്റ സ്മോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dy/dx എന്താണ് dy/dx ആണല്ലോ ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ dy/dx എന്താണ് സ്മോൾ ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സ്മോളിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും അതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അടിയുള്ള സാധനം എന്താവും. അപ്പോൾ ഇവിടെ എന്താ വരിക ജസ്റ്റ് 1 മാത്രമേ വരും. 1/3/2 എന്ന് പറയുമ്പോൾ അതായത് 1/3/2 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 തന്നെ വരിക. ഇനി അടിയുള്ള സാധനം എന്താവും മേലോട്ട് പോകും. അപ്പോൾ d²/dx² വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും ∆b = s × d²y/dx² എന്ന് വരും. ഇനി ഈ ∆b എന്ന് പറയുന്നത് എന്താ d²y/dx എന്ന് പറയുന്നത് അറ്റ് എനി ഇൻസ്റ്റൻ്റ് ഉള്ള പിന്നെ ഇപ്പോൾ നമ്മളൊരു പോയിന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു കർവിൽ ഈ ഒരു പോയിന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ y എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള d²y/dx എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലുള്ള സ്ലോപ്പിൻ്റെ സ്ലോപ്പാണിത്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ dy/dx, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ d²y/dx². അതാണ് ഇത്. അപ്പോൾ അവിടെയുള്ള പ്രഷർ ഡിഫറൻസ് എന്താ വരിക ∆b = ഇതിങ്ങനെ വരാൻ കാരണം ഈ ഒരു ഹൈറ്റ് കാരണം എന്ത് വരും ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. അതായത് ρg y എന്ന് പറഞ്ഞാൽ എന്ത് വരും പ്രഷർ ഡിഫറൻസ് വരും. ρg × y എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് വരും. അപ്പോൾ ∆p = എന്ത് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ρg × y എന്ന് കൊടുക്കുക which is equal to s × d²y/dx² എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് കർവ് എന്ന് പറഞ്ഞത്. അതായത് ρg y = s × d²y/dx² എന്ന് പറയും. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് y മെഷർ ചെയ്യുക. പക്ഷേ ഈ ഹൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y - some കോൺസ്റ്റൻറ്റ് വരും. അതായത് ഇത്രയും ഹൈറ്റ് എന്താണ് ഈ കർവിന് എന്താ പറയുക ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈറ്റ് ആ ∆b = ρg y എടുക്കുമ്പോൾ ആക്ച്വലി എന്ത് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ρg × y - c വരണം. c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഹൈറ്റാണ്. നമ്മൾ ഇത്രയും ഹൈറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം പക്ഷേ അത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തില്ല. പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല വലിയ പ്രശ്നമില്ല. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഫാമിലി ഓഫ് കർവ് ആണ് കിട്ടുക. അപ്പോൾ അത് അധികം ഡീറ്റെയിലേക്ക് പോകണ്ട. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് ആൻസർ ആണെങ്കിൽ ρg y = s × d²y/dx² ആണെന്ന് ഓർക്കാം. അപ്പോൾ dy/dx ആ കോൺസ്റ്റൻറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ dy/dx = 1 എന്ന് കൊടുത്ത് വിചാരിച്ചോ. അപ്പോൾ dy = dx എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ y = x + കോൺസ്റ്റൻറ്റ് വരും. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വരിക c = 0 കൊടുക്കുമ്പോൾ y = x ഇങ്ങനെ വരും. c = 1 കൊടുക്കുമ്പോൾ എന്താ വരിക y = 1 + x എന്ന് വരിക. അപ്പോൾ y = 1 + x എന്ന് പറയുമ്പോൾ വേറൊരു ലൈൻ വരും. പിന്നെ സിക്ക് വേറെ കൊടുക്കുമ്പോൾ വേറെ ലൈൻ വരും. ഫാമിലി ഓഫ് കർവ് ആണ് കിട്ടുക. സിമിലർലി ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ഇങ്ങനെ ഒരു കർവ് കിട്ടും, ഇങ്ങനെ ഒരു കർവ് കിട്ടും, ഇങ്ങനെ ഒരു കർവ് കിട്ടും കോൺസ്റ്റൻറ്റ് മാറുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് നോക്കുമ്പോൾ അവിടെയുള്ള എന്താ കിട്ടുക കർവാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ ചോദിച്ചുള്ളൂ. അതെന്താണെന്ന് മനസ്സിലാക്കുക ρg y = s × d²y/dx² ആണെന്നുള്ളത് എന്താക്കുക മനസ്സിലാക്കുക. അപ്പോൾ അതാണ് എന്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇവിടെയുള്ള ഈ ഹൈറ്റ് എത്രയാണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബിയോണ്ട് എന്താണ് നമ്മളെ സിലബസിന് ബിയോണ്ടാണ്. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ ρg y = s × d²y/dx² ആണെന്ന് ഓർക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഏതാ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ s × d²y/dx വരും, ρg × y എന്നല്ല. അതായത് ഓപ്ഷൻ 4 എന്താവും ഇവിടെ കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.